കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി സേവ. കർക്കിടക കഞ്ഞിയെ പറ്റി കേൾക്കാത്ത മലയാളികൾ അധികം ഉണ്ടാവില്ല. പലവിധ ധാന്യങ്ങളും ഔഷധ സസ്യങ്ങളും കഷായ ചൂർണങ്ങളും ഒക്കെ ചേർത്താണ് നമ്മൾ ഔഷധക്കഞ്ഞി നിർമ്മിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഔഷധക്കഞ്ഞിയുടെ ഗുണങ്ങൾ? ഈ മഴക്കാലത്ത് പകർച്ചവ്യാധികളൊക്കെ കൂടിയിരിക്കുന്ന സമയമാണ്. നമ്മുടെ ആ ഒരു പ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയവും നമ്മുടെ ദഹനശക്തിയൊക്കെ വളരെ കുറവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ ആ ദഹനശക്തിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ജോയിൻസിനും മസിൽസിനൊക്കെ ഒരു ബലം കിട്ടുവാനും നമ്മുടെ ശരീരത്തിലെ ആ ഊർജം കൂട്ടുവാനും കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറന്തള്ളുവാനും ഔഷധക്കഞ്ഞി സേവിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നു. കൂടാതെ പലവിധ ധാന്യങ്ങളും കഷായ ചൂർണങ്ങളും ഒക്കെ ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈ സസ്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ ബലം കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം അതിനൊക്കെ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത് സേവിക്കുക. നമുക്കൊരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം മുതൽ നമുക്കൊരു 1 മാസം വരെ നമുക്ക് ഔഷധക്കഞ്ഞി സേവിക്കാം.